ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സുപ്രധാന തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തന്നെ ഒരു ജില്ലയിലുള്ള അംബർനാഥ് മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പാഠമാണ് നൽകുന്നത്. ഒരു വശത്ത് തത്വദീക്ഷയില്ലാത്ത അധികാര രാഷ്ട്രീയത്തിന്റെ കളികൾ നടക്കുമ്പോൾ മറുവശത്ത് സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം എടുത്ത ധീരമായ തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അംബർനാഥ് നഗരസഭയിൽ ബി.ജെ.പിയുമായി ചേർന്ന് ഭരണം പിടിക്കാൻ ശ്രമിച്ച പ്രാദേശിക നേതാക്കൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച കർശനമായ അച്ചടക്ക നടപടി കേവലം ഒരു പാർട്ടി തീരുമാനം മാത്രമല്ല, അത് വർഗീയ രാഷ്ട്രീയത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. അംബർനാഥിലെ 60 അംഗ കൗൺസിലിൽ 27 സീറ്റുകൾ നേടി ഏക വലിയ കക്ഷിയായ ശിവസേനയെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ് ബി.ജെ.പിയും കോൺഗ്രസും എൻ.സി.പിയും കൈകോർത്ത് അംബർനാഥ് വികാസ് അഘാഡി എന്ന പേരിൽ പ്രാദേശിക സഖ്യം രൂപീകരിച്ചത്. രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ അധികാരം നേടിയെടുക്കാൻ പ്രത്യയശാസ്ത്ര ശത്രുക്കളുമായി കൈകോർക്കാമെന്ന ചിന്താഗതി ജനാധിപത്യത്തിന് അപകടകരമാണ്. ഇവിടെയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടിന്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. ബി.ജെ.പിയുമായി സഹകരിച്ച് ഭരണം നടത്താനുള്ള നീക്കം പാർട്ടിയുടെ അന്തസത്തയ്ക്കും അത് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു. സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയ അംബർനാഥ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രദീപ് പാട്ടീലിനെയും തെരഞ്ഞെടുക്കപ്പെട്ട 12 കൗൺസിലർമാരെയും പാർട്ടിയിൽ നിന്നും ഉടനടി സസ്പെൻഡ് ചെയ്തു. അധികാരം കയ്യിൽ കെട്ടാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് എന്ന സ്വാർത്ഥ ചിന്തയിലായിരുന്നില്ല പാർട്ടി. പകരം എന്ത് രാഷ്ട്രീയ നഷ്ടം സഹിച്ചാലും വർഗീയതയുമായി കൈകോർക്കില്ല എന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. പലപ്പോഴും പ്രാദേശിക തലങ്ങളിൽ അധികാരം നിലനിർത്താൻ പ്രത്യയശാസ്ത്രങ്ങൾ പണയപ്പെടുത്തുന്ന രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പതിവായി മാറിയിരുന്നു. എന്നാൽ അംബർനാഥിൽ കോൺഗ്രസ് കാണിച്ച ഈ ആർജവം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാവുന്നതാണ്. ഒരു നഗരസഭയിലെ ഭരണം പോയാലും വേണ്ടില്ല, തങ്ങളുടെ നട്ടില് വളക്കില്ല എന്ന നിലപാട് താഴെ തട്ടിലുള്ള അണികൾക്കിടയിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഹൈക്കമാൻഡിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും അഴിമതിയില്ലാതെ ഇത്തരം വിനാശകരമായ സഖ്യങ്ങൾ പാടില്ലെന്ന് കൃത്യമായ ഒരു ലക്ഷ്മണ രേഖ ഇതിലൂടെ വരച്ച് നൽകപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ സങ്കീർണാവസ്ഥയിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുന്നത് സ്വന്തം അസ്തിത്വം ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടിക്ക് അതേ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുമായി ഒരേ തട്ടിലിരുന്ന് ഭരണം നടത്താൻ കഴിയില്ല. ഈ തിരിച്ചറിവ് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്രിയാത്മകമായ മാറ്റത്തിന്റെ സൂചനയാണ്. കേരളത്തിലെ മറ്റത്തൂർ പഞ്ചായത്തിലോ കുമരകത്തോ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോഴും പാർട്ടി നേതൃത്വം സമാനമായ രീതിയിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ളത് നാം കണ്ടതാണ്.